അബ്രഹാമുണ്ടായി, അതിനുശേഷം മോശയുണ്ടായി. മോശയുടെ കാലത്ത് 480 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇസ്രായേലിന് എഴുതപ്പെട്ട പ്രമാണം കൊടുത്തു. ഇവയ്ക്കൊന്നും മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ മനുഷ്യൻ നിരന്തരം പാപികളായിക്കൊണ്ടേയിരുന്നു. പാപത്തിന് പരിഹാരമെന്ന് പറയുവാൻ യാഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമായിരുന്നില്ല. പാപം ചെയ്ത മനുഷ്യൻ പിന്നെയും പാപമുക്തനായ ശേഷവും പാപത്തിൽ നിന്ന് കഴുകപ്പെട്ട ശേഷവും വീണ്ടും അവൻ പാപിയായി മാറുന്ന ഒരു കാലഘട്ടം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ആർക്കവന് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ കഴിയും? മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ലോകത്തിലെ ഒരു മതത്തിനും ഒരു പ്രമാണത്തിനും ഒരു രാഷ്ട്രത്തിനും ഒരു രാജ്യത്തിനും കഴിയാതിരുന്നപ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മരണത്തെ മറുവിലയായി കാൽവരി കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ നിത്യമായ പാപപരിഹാരം കാൽവരിയിൽ കർത്താവ് നേടിത്തന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ അല്പസമയം കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പാവങ്ങൾ ദൈവം മായിച്ചു തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പാവങ്ങൾ ദൈവം മായിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ പാവം എത്ര കടും ചുവപ്പാണെങ്കിലും കർത്താവ് നമ്മുടെ രക്തത്താൽ പാപമോചനമുണ്ടാകും. പശുക്കിടാക്കളുടെയോ ആടിന്റെയോ കോലാട്ടുകൊട്ടിന്റെയോ രക്തം കൊണ്ടുള്ള അല്പനേരത്തേക്കുള്ള അല്പമിനിറ്റുകൾ നേരത്തേക്കുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന ഒരു പാപപരിഹാരമല്ല. നിഷ്കളങ്കവും നിർദോഷവും നിർമ്മലമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം മനുഷ്യന്റെ നിത്യ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സന്ദേശം: യേശു ജനിച്ചത് വെറും ഒരു ജനത്തിന് വേണ്ടിയല്ല, പാപത്തിനുള്ള പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെ നിത്യം പാപികളായിരുന്ന മനുഷ്യൻ അവൻ അറിയാതെ തന്നെ അവന്റെ ജീവിതത്തിൽ ശാപം വന്നുകൂടി. പാപം, ശാപം, രോഗം, മരണം എന്ന 4 സംഭവങ്ങൾ ലോകത്തെ ജനതയ്ക്ക് എന്നും ഭയമാണ്, എന്നും പേടിയാണ്. മതങ്ങൾ പേടിക്കുന്ന, മനുഷ്യൻ പേടിക്കുന്ന 4 കാര്യങ്ങൾ ജീവിതത്തിലുള്ള: 1 പാപം, 2 ശാപം, 3 രോഗം, 4 മരണം. മരണമാണ് എല്ലാറ്റിന്റെ ഒടുക്കത്തെ ശത്രു എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. ഇങ്ങനെ 4 വിഷയങ്ങൾ ലോക ജനതയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, മതങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, മതപുരോഹിതന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, അങ്ങനെയുള്ള ഒരാൾക്കും പരിഹരിക്കാൻ കഴിയാത്ത ഈ 4 വിഷയം ഒരൊറ്റ വ്യക്തി കാൽവരി ക്രൂശിൽ പരിഹരിച്ചു. അതാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശത്തിന്റെ കൂടെ ഒരു വാക്കുകൂടെ പറയാ: പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും ദൈവത്തിനില്ല. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു രോഗിയായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നു: നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കാൽവരി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പുണ്യാക രക്തത്തിന്റെ ശക്തിക്ക് ഇന്നും കഴിയും. നിങ്ങളൊരു ശാപത്തിന്റെ അടിമയാണെങ്കിൽ, പരമ്പരാഗതമായ ശാപമാകട്ടെ, തലമുറ കൈമാറി വന്ന ശാപമാകട്ടെ, ആ ശാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതി: ക്രിസ്തു യേശുവിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യശ്രോതാവേ, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? യേശു ക്രിസ്തുവിന്റെ ജനനം വെറും ഒരു ജനനമല്ല. യേശു ക്രിസ്തുവിന്റെ ജനനം വെറും ഒരു ജനനമല്ല, സാക്ഷാൽ സകലത്തിന്റെയും പരിഹാരകനാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, എന്താ പറഞ്ഞത്? സകലർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു ജനതയ്ക്ക് സന്തോഷമുണ്ടാക്കിയെന്നല്ല, ഒരു രാഷ്ട്രത്തിന് സന്തോഷമുണ്ടാക്കിയെന്നല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പിന് സന്തോഷമുണ്ടാക്കിയെന്നല്ല, അല്ലെങ്കിൽ ഇസ്രായേലിനോ യഹൂദനോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സന്തോഷത്തിന്റെ ഭാഗമല്ല യേശു ക്രിസ്തു. പിന്നെയോ സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അതൊരു സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷം ഒരിക്കൽ കൂടെ ഈ ദേശത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പാപത്തിന്റെ ചെട്ടുകുഴിയിൽ നിന്ന്, രോഗത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, ശാപത്തിന്റെയും മരണത്തിന്റെയും വെല്ലുവിളികളുടെ നടുവിൽ നിന്ന് ക്രിസ്തു യേശു ഞങ്ങളെ വിടുവിച്ചിരിക്കുകയാണ്. ഇബ്രായ ലേഖനത്തിൽ ഇപ്പുറം പറയുന്നു, ഇപ്രകാരം രേഖപ്പെടുത്തി 2:4 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് നാം അവരെ പോലെയാകാതിരിക്കേണ്ടതിന് ആമ നിത്യം മരണഭയത്തിന് അടിമയായിരുന്നവരെയൊക്കെയും ദൈവം വിടുവിച്ചു. മരണഭയത്തിന് ദൈവം നമ്മെ വിടുവിച്ചു. മരണത്തിനുള്ള നീക്കുപോക്ക് യഹോവയ്ക്കാകുന്നു. അതുകൊണ്ട് എന്റെ സന്ദേശത്തിന് ഞാൻ വിരാമിടുമ്പോൾ ഒറ്റ കാര്യം പറയാ: യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ലോകത്തിലെ ഏക ജനനം. യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഒരു കൂട്ടമല്ല, 1000 കണക്കിന്, കോടിക്കണക്കിന് സകല രാഷ്ട്രങ്ങൾക്ക് സന്തോഷമുണ്ടാക്കിയ
ജനനമെന്ന് പറയുന്നത്. നമുക്കെല്ലാം ഓരോ നാടിനും ഓരോ സംസ്ഥാനത്തിനും ഓരോ രാജ്യത്തിനും അവരുടേതായ ഉത്സവങ്ങളുണ്ട്. അത് ആ പരിധി വിട്ട ലൊക്കാലിറ്റി വിട്ട് ഒരിക്കലും അതിന്റെ പുറത്തു പോകാറില്ല. ലോകം ആചരിക്കുന്ന, ലോകം സന്തോഷത്തോടെ കൊണ്ടായിരിക്കുന്ന ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അത് ക്രിസ്മസ് മാത്രമാണ്. ക്രിസ്മസ് വിളിച്ചു പറയുന്നു യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്. ക്രിസ്മസ് വിളിച്ചു പറയുന്നു ഇതാ ദൈവപുത്രൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ യേശു ക്രിസ്തുവിനെ നാട്ടൻ പുല്ലുകൊണ്ടുണ്ടാക്കി, ചില കമ്പുകൾ കൊണ്ട് കൊട്ടുണ്ടാക്കി, ഒരു കുടിലുണ്ടാക്കി വീടിന്റെ വാതിൽക്കൽ പ്രതിഷ്ഠിക്കാതെ ക്രിസ്തു യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുന്ന രാത്രിയായി മാറട്ടെ. ക്രിസ്മസ് ദിനമായതുകൊണ്ട് എല്ലാവരുടെയും വീടിന്റെ വാതിൽക്കൽ പുൽക്കൂടുണ്ടാകും. ആ പുൽക്കൂട്ടിൽ യേശു ഉണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ വീടിന്റെ മുന്നിലോ പിന്നിലോ എവിടെയെങ്കിലും ഒരു കൂടിനകത്തിട്ട് ഒതുക്കി വെക്കാനുള്ള അല്ല, ആളല്ല, ആളത്വമല്ല, ദൈവമല്ല. വചനം പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ കൈമാറുന്നത് ഒറ്റ ഉദ്ദേശമുള്ളൂ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ. വചനം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുന്നു. ആകയാൽ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നിങ്ങളെ ഈ ലഘു സന്ദേശത്താൽ അനുഗ്രഹിക്കട്ടെ.